പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. വടകര നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികളായ ശൈലജ ടീച്ചറെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെയും തുലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില വസ്തുതകൾ പ്രതിപാദിക്കാനാണ് ഉദ്ദേശം, ഒപ്പം ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും. ഏതായിരുന്നാലും വ്യക്തിപരമായി നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഈ 2 സ്ഥാനാർത്ഥികളും തരക്കേടില്ലാത്ത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. പ്രത്യേകിച്ച് പാർലമെന്റിലൊക്കെ പറഞ്ഞേക്കുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കാനും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അവതരിപ്പിക്കാനും ഒക്കെ ഇത് വിദ്യാഭ്യാസം ഒരു മുതൽക്കൂട്ടാകും. അത്തരത്തിലുള്ള ആൾക്കാരെ സ്ഥാനാർത്ഥിയായി നിർത്താനും അത്തരം സ്ഥാനാർത്ഥികളെ മാത്രം തിരഞ്ഞെടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മുടെ ആവശ്യമാണ്. ഇനി ഇവരുടെ സ്വഭാവവും സമീപനവും ഒക്കെ നോക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചർ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ കൊറോണയും നിപ്പയൊക്കെ വന്നപ്പോൾ ആ സമയത്ത് ടീച്ചർ ജനങ്ങളെ മുഴുവൻ വളരെ ഗംഭീരമായ രീതിയിൽ കയ്യിലെടുക്കുകയും ജനസമ്മതി നേടുകയും അടുത്ത മുഖ്യമന്ത്രി ശൈലജ ടീച്ചർ ആകാനാണ് സാധ്യത എന്നിവരെ ജനങ്ങൾ പറയുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ആ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി കൊറോണയുടെ റിപ്പോർട്ട് വായിക്കുന്നതൊക്കെ സ്വന്തം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടത് നിങ്ങൾക്കറിയാം. അന്ന് ശൈലജ ടീച്ചറുടെ വായന, അതുപോലെ തന്നെ സംവാദം, ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ഇതൊക്കെ ജനങ്ങൾ ഗംഭീരമായി അതിഗംഭീരമായി അംഗീകരിക്കുകയും പാർട്ടി മത ജാതി ഭേദമന്യേ ഒരു വീട്ടിലെ പെങ്ങളായും അതുപോലെ അമ്മയായൊക്കെ ജനങ്ങൾ കാണാൻ തുടങ്ങി. അത്രയും സ്നേഹം സമ്പാദിച്ച ഒരു മന്ത്രിയാണ് ശൈലജ ടീച്ചർ. അതുപോലെ തന്നെ ഷാഫിയെ പറ്റി പറയുകയാണെങ്കിൽ പാലക്കാട് നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ യാത്രയയപ്പ് വടകരയിൽ അദ്ദേഹത്തിന് അതിഗംഭീരമായ സ്വീകരണം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വടകരയിലെ മുഴുവൻ ജനങ്ങളിലും കയ്യിലെടുക്കുന്ന രീതിയിലുള്ള സംയമനം പാലിച്ചുകൊണ്ടുള്ള സംസാരം, കുറിക്ക് തൊട്ടുള്ള മറുപടി, നല്ല ഭാഷാപ്രയോഗങ്ങൾ, ഇത്തരത്തിൽ ജനങ്ങൾ വളരെയധികം സമ്മതി ഇപ്പോൾ ഷാഫിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ്, സത്യമാണ്, വസ്തുതയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ പല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവർ കട്ടക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു, അതിനുവേണ്ടി സ്ഥാനാർത്ഥി പട്ടം കെട്ടിയപ്പോൾ ടീച്ചറുടെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സമീപനവും ഒക്കെ മാറി മറിഞ്ഞ് ഇപ്പം വളരെ പ്രധാനപ്പെട്ട 2 നമ്മൾ സാധാരണ ആരോപണങ്ങളെന്നാണ് പറയുക, പക്ഷേ ഇത് ആരോപണമല്ല, ആക്രമണങ്ങൾ വടകരയുമായി ബന്ധപ്പെട്ട്. 1 ബോംബാക്രമണം, 2 സൈബർ ആക്രമണം. അപ്പോൾ ഈ സൈബർ ആക്രമണമൊക്കെ ടീച്ചർ പടച്ചുണ്ടാക്കിയതാണ് എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കിടയിൽ വരികയും സത്യത്തിൽ അത്തരത്തിലൊരു വീഡിയോ ഉണ്ട് എന്ന് തന്നെ ടീച്ചർ വളരെ കൃത്യമായി പറയും. പിന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചിത്രമാണെന്ന് പറഞ്ഞു, പക്ഷേ എങ്കിൽ കുടുംബവാസികൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത്തരം കുടുംബങ്ങളെ കാണുന്നില്ല, അത്തരം വീഡിയോ കാണുന്നില്ല. അതുമാത്രമല്ല പിന്നെ ചിത്രമായി. ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ടീച്ചർ പറഞ്ഞു തന്നെ മാറ്റി പറഞ്ഞു, യൂട്ടേൺ അടിച്ചു. അങ്ങനെ വളരെ വികൃതമായ ഒരു സമീപന രീതി ടീച്ചർ അവലംബിക്കുകയും ജനങ്ങൾക്കിടയിൽ നിന്ന് അകന്നകന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. ഈ സ്ഥാനാർത്ഥിയാകാനുള്ള അതിയായ ആഗ്രഹമോ അല്ലെങ്കിൽ പാർട്ടിക്കാർ പറഞ്ഞു പറ്റിച്ചതോ എന്താണെന്നറിയില്ല, ടീച്ചർക്ക് അതിഗംഭീരമായ അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റം വന്നു. അതേ സ്ഥാനത്ത് ഷാഫി ഒരു പ്രാവശ്യം പോലും ബോംബാക്രമണം ഇത് ടീച്ചറുടെ അറിവോടുകൂടിയാണ്, ടീച്ചർ ഇടപെട്ടിട്ടാണ് നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ടീച്ചറെ വ്യക്തിപരമായി അദ്ദേഹം ഉന്നം വെച്ച് സംസാരിച്ചിട്ടില്ല. ഈ വീഡിയോ വ്യാജമാണെന്ന് പറഞ്ഞപ്പോൾ പോലും വളരെ സംയമനത്തോടു കൂടി വളരെ കുറിക്കൊള്ളുന്ന രീതിയിൽ വളരെ കൃത്യമായ മറുപടികളൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ അംഗീകാരം പരമാവധി കയ്യിലൊതുക്കിക്കൊണ്ടാണ് ഷാഫിയുടെ മുന്നേറ്റം. അപ്പോൾ വളരെ അധികം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്നത് മൊത്തത്തിൽ നമ്മളെ ടീച്ചറുടെ ഈ മാറ്റം അല്ലെങ്കിൽ പരിവർത്തനം ഒരിക്കലും വിശ്വസിക്കാനാവാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം ഉള്ളതാണ്. ജനങ്ങളെ പുച്ഛിക്കുക, അതുപോലെ തന്നെ പരിഗണിക്കാതിരിക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും എത്തരത്തിലുള്ള വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇതിൻ്റെ മുന്നേ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറയാൻ പാടില്ലാത്ത ഞാനിങ്ങനെ അതായത് അടി, ഞാൻ ഭയങ്കര ഒരു ഗുണ്ടയായിരുന്നു എന്നുള്ള രീതിയിൽ ഞാനൊരു പ്രത്യേക, നിങ്ങളെല്ലാം കേട്ടതാണ്, പ്രത്യേക ആക്ഷൻ കാണിച്ചു, 2 കൈ അങ്ങനെ കൂട്ടിമുട്ടിച്ചു. അപ്പോൾ ആ അടിയിൽ മറ്റൊക്കെ ഓടി എന്നൊക്കെ പറയുന്നത്. പിന്നെ വടിവാളിൻ്റെയും കത്തിയും മൂരി പിടിച്ച കത്തിയുടെയും ഇടയിലൂടെ ഇതൊക്കെ ഇയാളുടെ
പ്രൊട്ടക്ഷന് വേണ്ടി അയാളുടെ പാർട്ടിക്കാർ ഉരിപ്പിടിച്ച കത്തിയാണെന്നാണ് സംശയം. കാരണം അത്രയും പേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ആയിരുന്നാലും ആരായിരുന്നാലും പറയുമ്പോൾ അവരുടെ സ്ഥാനത്തെ ഓർത്തുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവല്ല, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പ്രത്യേക ആക്ഷൻ, അതിപ്പോൾ ഇങ്ങനെ കൂപ്പ് കൈ കാണിച്ച് എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ ആക്ഷനാണെന്ന് തോന്നിപ്പോ. കാരണം അത്രയും പേടിച്ചിട്ടാണ്. ഇപ്പം ഈ ഉദാഹരണത്തിന് ഇപ്പം കറുത്ത പിന്നെ ഷർട്ട് കണ്ടുകൂടുക, കറുത്ത കൊടി കാണുമ്പോൾ പേടിയാണ്. ഒരുപാട് വാഹനങ്ങൾ, പോലീസിൻ്റെ അകമ്പടികൾ, ഇതൊക്കെ ജനങ്ങളെയും അതുപോലെ മറ്റ് എന്തൊക്കെയോ പേടിച്ചിട്ട് ചെയ്യുന്നത് പോലെ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ ജനങ്ങൾ, അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. കള്ളക്കടത്ത്, പൊന്നുകടത്ത്, അത് ഇത് മറ്റേത് മറിച്ചത്, അതുപോലെ തന്നെ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിൽ നേരിട്ടുള്ള പങ്ക് എന്നുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ, അതിൽ ഒരുപാട് സത്യങ്ങൾ, അത് ജനങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വഷളായി നമ്മുടെ ഭരണം, ആദ്യ ഭരണത്തെ അപേക്ഷിച്ച് രണ്ടാം ഭരണം ഒരു ഗംഭീരമായ പരാജയമായി മാറുകയും മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ ജനങ്ങൾ പല വീഡിയോയിലും കണ്ടാണ്. അത്രയും വെറുത്തിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം തീരെ ഇല്ലാതായിപ്പോഴെന്നറിയില്ല, ജനങ്ങൾ വളരെ വലിയ രീതിയിൽ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തെറിവാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രി. ഏതായിരുന്നാലും പറയാനുള്ള ഇത്രയാണ്. ഭരണപരമായും രാഷ്ട്രീയ നേതാക്കളുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ ധിക്കാരം, അഹങ്കാരം, പ്രത്യേകിച്ച് മന്ത്രിമാരുടെയൊക്കെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറേ ബുദ്ധിജീവികൾ ഈ പറഞ്ഞ പിന്നെ ഇതിനൊക്കെ കൂട്ടാണ്. വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ, മുണ്ടും മടിക്കുത്തും, ഒരു സംസ്കാരവും ഇല്ലാത്ത രീതി, ഇങ്ങനെ പലതും. പിന്നെ ചന്ദ്രശേഖരന് 51 വെട്ട് വെട്ടി മുഖത്ത് വെട്ടിയിട്ട് കൊന്നതൊക്കെ ജനങ്ങൾ ഒരിക്കലും മറക്കാത്ത സംഭവമാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും അത് വീണ്ടും, ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ പിന്നെ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നേതാക്കന്മാർ കുറച്ചും കൂടി മാന്യതയും സംസ്കാരമൊക്കെ നിലനിർത്തി. ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ, കെ രമ എന്ന് പറയുന്ന നിയമസഭയിലെ MLA ആണ്. ഒപ്പം വളരെ മാന്യമായിട്ടാണ് അവർ സംസാരിക്കുക. ഇപ്പോൾ ടീച്ചറുടെ ഈ പ്രശ്നം വന്നപ്പോൾ അത്തരത്തിലൊരു കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ടീച്ചറോടൊപ്പമാണെന്നും അതുപോലെ തന്നെ അതിന് നടപടി എടുക്കണമെന്നൊക്കെ പറയുകയും, പക്ഷേ അത്തരത്തിലൊന്നും കാണാത്ത സ്ഥിതിക്ക് ആ വീഡിയോ തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ അത് പിന്നെ ഷാഫി പറമ്പിലാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അതിന് വീഡിയോക്ക് തന്നെ തെളിവില്ല. അതിനൊപ്പം ഷാഫി പറമ്പിലാണ് ഇതിനൊക്കെ ഇടപെട്ടതെന്നൊക്കെ പറയുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാര രീതി, നിങ്ങൾ ഷാഫി പറമ്പിൽ അതിനൊക്കെ മറുപടി പറഞ്ഞതെന്ന് നോക്കിയാൽ, ഓരോ വീഡിയോയിൽ നോക്കിയാൽ അറിയാം, അദ്ദേഹം വളരെ വളരെ കൃത്യമായി മറുപടിയൊക്കെ ഓൺ ദി സ്പോട്ട് മറുപടിയാണ് ഓരോന്നും. നിങ്ങൾ പത്രപ്രവർത്തകരുടെ ചോദ്യവും അദ്ദേഹത്തിൻ്റെ മറുപടിയും, ഏത് ഭീകരമായ ആക്രമണവും അദ്ദേഹം നേരിടുന്ന രീതി. മോനെ പോയിട്ട് ഷാഫിക്ക് വോട്ട് ചെയ്യും, ഒന്നും പറയല്ലേ.